ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എന്നുള്ള ചാപ്റ്ററിലുള്ള കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ചെയ്തത്. പകരം നമ്മൾ വേറെ ഒരു ബുക്കിലുള്ള ബേസ്ഡ് ഓൺ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വേർഡ് പ്രോബ്ലംസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ സാധാരണയുള്ള ആൾജിബ്രിക് ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഏതൊരു പ്രോബ്ലം വന്നാലും ഈ ചാപ്റ്ററിൽ അൾട്ടിമേറ്റ് എയിം എന്താണ്? നമുക്ക് എയിം എന്താണ്? സോൾവ് ആണ്. അതായത് സോൾവ് എന്നുള്ള എക്സിന്റെ വാല്യൂ കാണാം. നമ്മൾ ഏതാണോ അതിൽ വേരിയബിൾ ഉള്ളത്. ഇപ്പോൾ എക്സിലുള്ള ഒരു ഇക്വേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സിന്റെ വാല്യൂ കാണാം, വൈയിലുള്ള ഒരു ഇക്വേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വൈന്റെ വാല്യൂ കാണാം. ഇപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വലിയൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അതിലുള്ള കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. നമുക്ക് ഒന്നാമത് ക്വസ്റ്റ്യൻ സോൾവ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നത് ആദ്യം 7a - 19 = 5a - 7 എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 7a - 19 = 5a - 7 എന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലായി. ഇത് സോൾവ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവരെന്താ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം? ഒരു സംശയമില്ല, എയുടെ വാല്യൂ കാണാൻ അല്ലെ. ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ എന്താണ്? എ ആണ്. അതുകൊണ്ട് എയുടെ വാല്യൂ കാണാനാണ് ഈ ക്വസ്റ്റ്യന്റെ എയിം. അപ്പൊ നമ്മൾ 7a പൊസിഷൻ അത് തന്നെ, ഒരു മാറ്റവും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ +5a സൈഡ് മാറുമ്പോൾ അത് -5a എന്നായിട്ട് മാറും. പിന്നെ വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണത്? ഈ -7 സൈഡ് നിങ്ങൾ മാറ്റേണ്ട, അത് ഓൾറെഡി അവിടെ നിന്നോട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത് ഈ -19 ചേഞ്ച് ചെയ്യാം, അത് +19 ആയിട്ട് മാറും. ഇപ്പൊ നിങ്ങൾക്ക് 7a - 5a 7a - 5a എന്താണ് വരിക? 2a ആണ് കിട്ടുന്നത്. 12 ആണ് കിട്ടുക. സബ്ട്രാക്ഷൻ ആണ് വരുന്നത്. അതായത് 19 7 - a ആണ് 12 കിട്ടും. സോ 2 × a = 12. എയുടെ വാല്യൂ നിങ്ങൾക്ക് എത്ര കിട്ടുക? 12 / 2. 12 / 2 എത്രയാണ്? 6 ആണ്. സംശയം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം 6 തന്നെയാണോ എന്നുള്ളത്. 6 × 7a 42. 42 - 19 ചെയ്ത് നോക്കാം. അതായത് 6 × 5 30. 30 - 7 ചെയ്ത് നോക്കാം. നോക്കി ഇവിടെ 6 കൊടുത്തിരുന്നെങ്കിൽ 5 × 6 30 വരും. 30 - 7 എത്രയാണ്? 30 - 7 എന്നുള്ള ആൻസർ 23 ആണ്. ഇനി ഇവിടെ 6 ആയത് നിങ്ങൾ 7 × 6 42 ആണ്. 42 നിങ്ങൾ മൈനസ് ചെയ്യേണ്ടത് 19 ആണ്. 42 - 19 അത് നിങ്ങൾക്ക് എത്ര കിട്ടുക? 23 കിട്ടും. രണ്ട് സൈഡ് കണ്ടോ? 23 ആണ് വരുന്നത്. അതിനർത്ഥം ഈ a = 6 എന്നുള്ളത് ഇതിന്റെ സൊല്യൂഷൻ ആണ്. എങ്ങനെയാണ് നിങ്ങൾ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ? അതായത് വേരിയബിൾ എല്ലാം ഒരു സൈഡിലേക്ക്, നമ്പർ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? മറുഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. ഇനി ഇതിലുള്ള വേറെ ക്വസ്റ്റ്യൻ, വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ. Six into x plus 5 minus 12 equal 3 into 3x minus 1 plus 4x എന്നുള്ളതാണ് ഈ ചോദ്യം. ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് എക്സിന്റെ വാല്യൂ കാണണം. ഇവിടെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഒരു കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യും. ഇവിടെ സംഭവം സിമ്പിൾ ആയിട്ട് ചെയ്യാം. എന്തൊക്കെ ചെയ്യേണ്ടത്? നിങ്ങൾ 6ഉം x മൾട്ടിപ്ലൈ ചെയ്യണം, 6ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യണം. റൈറ്റ് സൈഡിൽ നിങ്ങൾ എന്തെല്ലാം മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? 3ഉം 3x മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 3ഉം -1 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ 6ഉം x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6x കിട്ടും. 6ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 30 കിട്ടും. കിട്ടുമല്ലോ. ബാക്കി ഇവിടെ എന്താണ്ടായിരിക്കുക? -12 ആണ്. ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. 3ഉം 3x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9x കിട്ടും. 3ഉം -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 കിട്ടും. പിന്നെ ഇവിടെ 4x ഉണ്ടായിരിക്കും. ബാക്കി വരുന്ന ആൻസറുകൾ നമ്മൾക്ക് എത്തിക്കുകയാണ്. ഇവിടെ 6x ഉണ്ട്. ഇനി നമ്പർ ഈ സൈഡിലുള്ളത് 30ഉം -12 ആണ്. ഡിഫറെന്റ് സൈൻ ആണ്. 30 എന്നുള്ളത് പോസിറ്റീവ് ആണ്, 12 എന്നുള്ളത് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ സബ്ട്രാക്ഷൻ വരും. സബ്ട്രാക്ഷൻ വരുമ്പോൾ 30യുടെ സൈൻ ആണ്, കാരണം 30 ആണ് വലിയ നമ്പർ. നമുക്ക് 8 18 6x + 18 ഈക്വൽ. ഇവിടെ നോക്കി എക്സിന് രണ്ട് ടേമുകളുണ്ട്. ഏതൊക്കെയാണ് എക്സിന് രണ്ട് ടേം? ഒന്ന് 9x-ഉം ഒന്ന് 4x-ഉം. അപ്പൊ 9 + 4 13x. പിന്നെ ബാക്കി എന്താ ഉള്ളത്? ഒരു -3 ഉണ്ട്. എങ്ങനെ 13x വന്നത്? റൈറ്റ് സൈഡിലുള്ള എക്സിന്റെ രണ്ട് ടേമുകൾ നമ്മൾ ഒരുമിച്ച് എഴുതി. 9x-ഉം 4x-ഉം 13x - 3. ഇനി നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എക്സ് എല്ലാം ഒരു സൈഡിലേക്ക്, നമ്പർ എല്ലാം മറുഭാഗത്തേക്ക് കൊണ്ടുവരണം. ഞാൻ എക്സ് അങ്ങോട്ട് കൊണ്ടുപോകുന്നു, കാരണം എക്സിൽ 13x ആണ് വലുത്. 3 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. കിട്ടും 18 + 3 = 13x - 6x. 13 - 6x is 7x. So 7x equal to what? 18 + 3, that is 21. So 21 is equal to 7x.
സോ 21 എന്നുള്ളത് 7x. 7x മീനിങ് എന്താണ്? 7 into x ആണ്. അതായത് 7 ഉം x മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എത്ര കിട്ടുന്നത്? 21 കിട്ടുന്നത്. സോ x ന്റെ വാല്യൂ നിങ്ങൾക്ക് എത്ര കിട്ടുക? 21 divided by 7. എത്ര x ന്റെ വാല്യൂ? 3 എന്ന് കിട്ടും. x ന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് 3 ആയിരിക്കും. ഇങ്ങനെയാണ് ഈ മെത്തേഡ്. ഇനി വേറെ പ്രോബ്ലത്തിലേക്ക് പോവാം. വേറെ ഉള്ളത് ഒരു വേർഡ് പ്രോബ്ലം ആണ്. ആ വേർഡ് പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. Question: The age of brother and sister are in the ratio 7:5. That's the question. The age of brother and sister. ബ്രദറും സിസ്റ്ററും തമ്മിലുള്ള ഏജുകളുടെ റേഷ്യോ. The age of brother and sister are in the ratio 7:5. Then they are saying that after 10 years, 10 കൊല്ലത്തിന് ശേഷം, the ratio of their ages will be 9:7. Find their present age. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ NCERT നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഏജ് ഓഫ് ഹരി ആൻഡ് ഹാരി എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതേ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ഏജ് ഓഫ് ബ്രദർ ആൻഡ് സിസ്റ്റർ 7:5. നമുക്ക് പ്രസന്റ് ഏജ് ആണ് കാണുന്നത്. നമ്മൾ എഴുതി പ്രസന്റ് ഏജ് ഓഫ് ബ്രദർ and present age of sister are in the ratio 7:5. A is to B എന്നുള്ളതിനെ നമുക്ക് A divided by B എന്ന് എഴുതാം. So 7:5 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 7 divided by 5 എന്ന് എഴുതാം. 7:5 നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 7 divided by 5. Therefore, what is age of brother? Therefore, age of brother is equal to 7x and age of sister is equal to 5x. 7x ഉം 5x ഉം ആണ് ഇതിന്റെ ആൻസറുകൾ നമുക്ക് കിട്ടുന്നത്. x ന്റെ വാല്യൂ കിട്ടിയാൽ മതി, ആൻസർ ഈസിയായി കിട്ടാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? ഏജ് ഓഫ് ബ്രദറും ഏജ് ഓഫ് സിസ്റ്ററും തമ്മിലുള്ള റേഷ്യോ 7:5 ആണ്. അതായത് റേഷ്യോ നമുക്ക് ഒരു ഫ്രാക്ഷൻ ഓർഡർ എഴുതാം 7/5. Therefore, age of brother is equal to 7x, age of sister is equal to 5x. 7x 5x ആയി മാറി. ഇനി എന്താ പറയുന്നത്? After 10 years, the ratio of their age will be 9:7. After 10 years, ഇപ്പൊ എന്ത് സംഭവിക്കും? 10 ഇയർ കൂടുമ്പോൾ ഏജിലും സ്വാഭാവികമായിട്ടും ഒരു ഇൻക്രീസ് വരും അല്ലേ? അപ്പൊ 7x എന്നുള്ളത് എന്തായിട്ട് മാറും? 7x എന്നുള്ളത് after 10 years. Now the present age is 7x ആണെങ്കിൽ after 10 years it will be 7x plus 10. ഈ 5x എങ്ങനെയായിട്ട് മാറാം? 5x is 5x plus 10. This ratio is given 9:7 or 9 divided by 7. 9 divided by 7. ഇവിടെ എന്തുകൊണ്ടാണ് 7x കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാം. 7/5 എന്നുള്ളത് ഏറ്റവും ലോവസ്റ്റ് ഫോമിലുള്ളതാണ്. അതായത് കോമൺ ആയിട്ട് ഒന്നുമില്ല. കോമൺ എല്ലാം കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. ആ കട്ട് ചെയ്ത് പോയ കോമൺ എത്രയാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് അവിടെ നിങ്ങൾ x എടുത്തത്. അപ്പോൾ 7x plus 10 divided by 5x plus 10 is equal to 9/7. ഇനി ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 7 into 7x plus 10 equal to 9 into 5x plus 10. ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 7 into 7x 49x, 7 into 10 70 equal 9 into 5 45x, 9 into 10 90. x ഒരു സൈഡിലേക്ക് നമ്പർ ഒക്കെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 49x ന്റെ ഭാഗത്തേക്ക് 45x നെ കൊണ്ടുവരാം. ഈ പ്ലസ് 70 എന്നുള്ളത് റൈറ്റ് സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ 49x minus 45x ആണ്. അതായത് 4x. So 4x equal to 90 minus 70 is 20 എന്ന് കിട്ടും. So 4x 20 ആണെങ്കിൽ x ന്റെ വാല്യൂ 20 divided by 4 എന്നുള്ളത് എത്ര കിട്ടുക? 5 ആണ്. x ന്റെ വാല്യൂ നിങ്ങൾക്ക് 5 എന്ന് കിട്ടി. x ന്റെ വാല്യൂ 5 കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടുമല്ലോ. എന്തായിരുന്നു ഏജ് ഓഫ് ബ്രദർ? 7x. Therefore ബ്രദറിന്റെ ഏജ് എന്നുള്ളത് 7x. 7x എന്നുള്ളത് 7 into 5. 7 into 5 is 35. And brother age of sister 5x. സിസ്റ്ററുടെ ഏജ് നിങ്ങൾക്ക് കിട്ടുന്നത് 5x ആണ്. So 5 into 5 25. So എത്ര ഏജ് കിട്ടുന്നത്? 35 and 25. 35 ഉം 25 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഏജ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കേണ്ടത്? റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? 7:5 എന്ന് പറഞ്ഞാൽ നമ്മളെ ചെയ്യുമ്പോൾ എങ്ങനെ വരണം? നമുക്ക് 7 divided by 5. 9:7 ആണ് ക്വസ്റ്റ്യൻ ഉള്ളതെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 9 divided by 7. ഈ മെത്തേഡിലാണ് ഇത് ചെയ്യേണ്ടത്. ക്ലിയർ ആയിട്ട്